എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 1, അർജുന വിഷാദയോഗം, ശ്ലോകം 31. നിമിത്യാനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്യാനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. വിപരീതാനി നിമിത്യാനി, വിപരീതങ്ങളായ നിമിത്തങ്ങളെ കാണുന്നുവെന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞാൽ, ഹേ കേശവ, അല്ലയോ ഭഗവാനെ കേശവ, വിപരീതങ്ങളായിരിക്കുന്ന നിമിത്തങ്ങളെ, ദുർലക്ഷണങ്ങളെയും പശ്യാമി ഞാൻ കാണുന്നു. ആഹവേ യുദ്ധത്തിൽ സ്വജനം ബന്ധുക്കളെ, ഹത്വ കൊന്നിട്ട്, അനു പിന്നെ, ശ്രേയസ്കരമായ ഒരു ഫലവും ന പശ്യാമി ഞാൻ കാണുന്നില്ല. നിമിത്യാനി ച പശ്യാമി വിപരീതാനി കേശവ നജ ശ്രേയോ അനുപശ്യാമി. അനു പിന്നെ, പശ്യാമി കാണുക, ആഹവം യുദ്ധം. വാക്കുള്ള അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇവിടെ അല്ലയോ ഭഗവാനെ, ഇവിടെ വിപരീതങ്ങളായ ദുർലക്ഷണങ്ങളെ ഞാൻ കാണുന്നു. യുദ്ധത്തിൽ ബന്ധുക്കളെ കൊന്നൊടുക്കിയിട്ട് ഒരു ശ്രേയസ്സിന് കാരണം ഞാൻ കാണുന്നില്ല. ശ്രേയസ്സും പ്രേയസ്സും ഉണ്ട്. ഭൗതികമായ പുരോഗതിയെ പ്രേയസ്സെന്നും ആത്മീയമായ ഔന്നത്യത്തെ അതിനെ ശ്രേയസ് എന്ന് വിളിക്കുന്നു. ശ്രേയസ്സിന് ഒരു കാരണം ഇവിടെ കാണുന്നില്ല. ഇവിടെ വിപരീതാനി എന്ന് പറയുമ്പോൾ വിപരീതങ്ങളായ നിമിത്തങ്ങളെന്ന് അർത്ഥമെടുത്താൽ ഇവിടെ നമുക്ക് സങ്കല്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ഒരാള് യുദ്ധം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ യുദ്ധത്തിൽ ജയിക്കാം എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയോടും കൂടി യുദ്ധകളത്തിലേക്ക് വരുന്നു. എന്നിട്ട് നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ, വിപരീതങ്ങളായ നിമിത്തങ്ങളെ കാണുന്നു എന്ന് കണക്കാക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു തോന്നലേ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന നിമിത്തങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യുദ്ധക്കളത്തിലേക്ക് വന്ന് സേനോർ ഉഭയോറും മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്ന് ഭഗവാനോട് പറഞ്ഞ് രഥം രണ്ട് സേനകളുടെ മധ്യത്തിലായി കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമായി മാറി നിൽക്കുന്ന ഒരു വീട്ടിൽപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങൾ, അർജുനന്റെ കുടുംബാംഗങ്ങൾ തന്നെ, ബന്ധുക്കൾ തന്നെ രണ്ട് ഭാഗത്തായി പരസ്പരം യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. ഒരു ഭാഗത്തിന് പ്രതിനിധിയായി താൻ നിൽക്കുന്നു. തൻ്റെ വീട്ടിലുള്ളവരെ തന്നെ ശസ്ത്രാസ്ത്ര പ്രയോഗം കൊണ്ട് തനിക്ക് നിഗ്രഹിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥ കണ്ടപ്പോൾ അർജുനന് പിന്നീട് ഉണ്ടാകുന്ന തോന്നൽ, യുദ്ധത്തിൽ ജയിക്കുക തോൽക്കുക ഈ ഭാവങ്ങളൊക്കെ അർജുനിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പൊ ജയവും തോൽവിയും സ്വജനങ്ങളെ കണ്ടതോടുകൂടി പ്രഥമ പ്രാധാന്യം ഇല്ലാതായി തീർന്ന ഒരു മാനസിക വ്യാപാരത്തിലാണ് അർജുനൻ നിൽക്കുന്നത്. അപ്പൊ ജയിക്കുമോ തോൽക്കുമോ എന്ന് അർജുനൻ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിപരീതാനി എന്ന വാക്കിന് നമുക്ക് ഇവിടെ കൊടുക്കാൻ ഒക്കുന്ന ശരിയായ അർത്ഥം പരസ്പര വിരുദ്ധമായത് എന്നാണ്. ഒരു നിമിഷം ശരിയെന്നും ധാർമ്മികമെന്നും നൈതികമെന്നും തോന്നുന്നത് തന്നെയാണ് അടുത്ത നിമിഷം തെറ്റാണെന്നും അധാർമികമാണെന്നും അനീതിപരമാണെന്നും നീതീകരിക്കാൻ ഒക്കാത്തതാണെന്നും കാണുന്ന ആ പരസ്പര വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുന്നത്. ശരിയല്ലേ? ഇവിടെ അർജുനന് യുദ്ധത്തിന് ഒരുപ്പെട്ട് ആ യുദ്ധത്തിൽ ഗാണ്ഡീവം ധരിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധനായിട്ട് തേരിൽ കയറി ഭഗവാനോട് തൻ്റെ പ്രതിയോഗികളെ കാണണം, അവരെപ്രകാരമുള്ളതാണെന്ന് കാണണമെന്ന് പറഞ്ഞു വരുന്ന നിമിഷത്തിൽ തൻ്റെ ഭാഗം ശരിയെന്നും യുദ്ധം ധാർമ്മികമാണെന്നും അത് രാജ്യതന്ത്രജ്ഞപരമാണെന്നും അത് ക്ഷത്രിയനായോട് തൻ്റെ സ്വധർമ്മത്തിൽ തൻ്റെ ചുമതലയാണെന്നും ഉറപ്പിച്ചു വരുന്നു. അടുത്ത നിമിഷം അത് തെറ്റാണെന്നും അത് അധാർമികമാണെന്നും ബന്ധുക്കളെ കൊന്നൊടുക്കുന്ന അധാർമികമാണെന്നും അത് അനീതിപരമാണെന്നും കാണുന്നു. ഈ വിപരീതങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് വിപരീതാനി എന്നുള്ളത് ഈ പരസ്പര വൈരുദ്ധ്യമായ ചിന്താഗതിയാണ് പറയേണ്ടത്. പിന്നെ അടുത്ത പറയുന്നത് ന ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഇപ്പൊ സ്വജനങ്ങളെ കൊന്നൊടുക്കിയാൽ ശ്രേയസ് കിട്ടുകയില്ല. അപ്പൊ ഇത് തന്നെ എന്ന് പറയുന്നത് ഈ ഗീതയിലെ ഈ സങ്കല്പവിശേഷമാണ് അർജുനന്റെ ആ ഭ്രംശത്തെ സൂചിപ്പിക്കുന്നത്. കാരണം യുദ്ധത്തിന് തയ്യാറായി വന്ന അദ്ദേഹം സ്വജനങ്ങൾ ഞാനും എന്റേതുമെന്ന് കാണുമ്പോൾ, മാമക എന്ന് ആദ്യം പറഞ്ഞല്ലോ, ഞാനും എന്റേതെന്ന് പറയും. അപ്പൊ എനിക്കും എന്റേതിനും നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് കൃത്രിമമായ
ഒരു യുക്തിചിന്ത മനസ്സിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകാരമുള്ള ബുദ്ധിയെ, അതായത് ഇപ്രകാരം ചിന്തിപ്പിച്ച ബുദ്ധിയെ, അതായത് സ്വജനങ്ങൾ എന്ന ഒറ്റ കാരണം കൊണ്ട് ധാർമ്മികമായ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്നും സ്വജനങ്ങളെ കണ്ടപ്പോൾ ധാർമ്മികമായ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച താൻ അധാർമിക പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് തോന്നിയ ഈ വൈരുദ്ധ്യ ചിന്തയെ അർജുനന്റെ ബുദ്ധിയിൽ ഉറപ്പിച്ചു അർജുനൻ. ഈ ബുദ്ധിയെ ഭഗവാൻ ഗീതാചാര്യൻ വിളിക്കുന്നത് താമസ ബുദ്ധി എന്നാണ്. താമസം എന്നുള്ള ബുദ്ധിയാണ്, ഉപേക്ഷിക്കപ്പെട്ട ബുദ്ധിയാണ്. അത് ഗീതയുടെ ഉപസംഹാര അധ്യായമായ 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. നമ്മളത് വ്യക്തമായിട്ട് പഠിക്കും. എന്താണ് പഠിക്കുന്നത്? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ്: അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥൻ വിപരീതം ച ബുദ്ധി സാ പാർത്ഥ താമസീം. അന്തരം വിശാലമായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് തമോ ഗുണയുക്തമായ ബുദ്ധിയാണെന്നും ഇത് ശരിയായ ചിന്തയല്ലെന്നും ഓർക്കാൻ വേണ്ടി അതൊന്ന് ഉദ്ധരിച്ചെന്ന് മാത്രം. അധർമ്മം ധർമ്മമിതി, അധർമ്മത്തെ ധർമ്മമെന്നും, യാ മാന്യതേ തമസാവൃത. അപ്പൊ അധർമ്മത്തെ ധർമ്മമെന്നും ധർമ്മത്തെ അധർമ്മമെന്നും സകല വസ്തുക്കളെയും വിപരീതമായും അറിയുന്നു ആ ബുദ്ധി താമസമാകുന്നു, താമസികമായ ബുദ്ധിയാണ്. ഇവിടെ ധർമ്മത്തെ അധർമ്മമെന്നും അധർമ്മത്തെ ധർമ്മമെന്നുമാണ് അർജുനൻ ചിന്തിച്ചിരിക്കുന്നത്. താമസമായ ബുദ്ധിയുടെ വ്യാപാരമാണ്. ഇവിടെ ധാർമ്മികമായി യുദ്ധം ചെയ്യേണ്ട ആ അർജുനൻ ആ ധാർമ്മികമായ യുദ്ധത്തെ, അനിവാര്യമായ ചെയ്യപ്പെടേണ്ട യുദ്ധത്തെ അധർമ്മമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എതിർ സേനയിൽ നിൽക്കുന്നവരെ ശത്രുക്കളെ കാണുന്നതിന് പകരം മിത്രങ്ങളായി മാത്രം കാണുന്നു, വിപരീതങ്ങളായി കാണുന്നു. അപ്പൊ ധർമ്മത്തെ അധർമ്മമായും സകല വസ്തുക്കളെയും വിപരീതമായി അറിയുന്ന ബുദ്ധിയെ താമസിക ബുദ്ധി എന്ന് വിളിക്കുന്നു. ഇവിടെ ബുദ്ധിക്ക് തമോ ഗുണം ബാധിച്ചതാണ് അർജുനന്റെ വിഷയം. അത് വ്യക്തമായിട്ടുണ്ടെന്ന് ധരിക്കുന്നു. ഇതാണ് അർജുനന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ആ ശ്ലോകം നമുക്ക് വായിച്ച് പറയാം. നമുക്ക് ഓർക്കേണ്ടതാണ്, ഇതൊക്കെ ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഭഗവാന് അർജുനനെ പ്രബുദ്ധനാക്കാൻ വേണ്ടി ഗീത ഉപദേശിക്കണം. അതിനുള്ള പശ്ചാത്തലം ഗീതാകാരൻ ഒരുക്കുകയാണ്. നിമിത്യാനി പശ്യാമി വിപരീതാനി കേശവ ന ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഭഗവാനെ വിപരീതങ്ങളായ നിമിത്തങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് യുദ്ധത്തിൽ സ്വജനങ്ങളെ ഹനിച്ചിട്ട് ഒരു ശ്രേയസ്സും ഉണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. അത്ര ഓർത്താൽ മതിയാവും. ഇനി അടുത്ത ശ്ലോകം 32. ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേന വാ. ന കാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേന വാ. ഹേ കൃഷ്ണ, അല്ലയോ ശ്രീകൃഷ്ണ, വിജയം ജയത്തെയും രാജിഞ്ച രാജ്യത്തെയും ന കാംക്ഷ ഞാൻ ഇച്ഛിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വിജയവും വേണ്ട, രാജ്യവും വേണ്ട. സുഖാനി ചന എനിക്ക് സുഖങ്ങളെ ഞാൻ ഇച്ഛിക്കുന്നില്ല. ഒരു ഭൗതിക അസുഖം ഈ രാജ്യത്തെ കീഴടക്കി ചക്രവർത്തി പദം ഉൾപ്പെടെയുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ ഗോവിന്ദ, അല്ലയോ ഭഗവാനെ ഗോവിന്ദ, ഞങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് വിസർഗം 2 കുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നർത്ഥം കിട്ടും. ഞാൻ ഇട്ടിട്ട് ആ വിസർഗമില്ലെങ്കിൽ അത് നെഗറ്റീവ്, അത് ഇല്ല എന്നർത്ഥം കിട്ടും. ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്ത് പ്രയോജനം, ഭോഗേഹി ഭോഗങ്ങളാകട്ടെ, ഭോഗങ്ങളെ കൊണ്ടാകട്ടെ, ജീവിതേന വാ ജീവിതം കൊണ്ട് തന്നെ ആകട്ടെ, കിം എന്താണ് പ്രയോജനം? ഇതാണ് ചോദ്യം. യുദ്ധക്കളത്തിൽ വന്നു നിന്നുകൊണ്ട് അർജുനൻ പറയുന്നതാണ്. എന്താണ്? അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ജയത്തെയും രാജ്യത്തെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നോ ചക്രവർത്തി പദം ഉൾപ്പെടെയുള്ള സുഖങ്ങളെ ഞാൻ ഇച്ഛിക്കുന്നില്ല. അല്ലയോ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്ത് പ്രയോജനം? ഈ ഭോഗങ്ങളെ കൊണ്ടാകട്ടെ, ജീവിതം കൊണ്ട് തന്നെ ആകട്ടെ, എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇവിടെ അർജുനൻ വിചാരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ താൻ യുദ്ധം ചെയ്യേണ്ടത്, യുദ്ധം ചെയ്തിട്ട് സമ്പത്തും രാജ്യവും പിടിച്ചടക്കിയാൽ ആരാണോ, ഏത് പരമ്പരയാണോ ഈ സുഖാനുഭവങ്ങൾ അനുഭവിക്കേണ്ടത്, അവരൊക്കെ ഇവിടെ തമ്മിൽ തല്ലിച്ചാകാനായിട്ട് 2 സൈഡിലായിട്ട് നിരന്ന് നിൽക്കുന്നു. അപ്പൊ പിന്നെ എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ആർക്കൊക്കെ വേണ്ടി? എന്റെ പുത്രപൗത്രാദികൾക്ക് വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്. പക്ഷെ അവരെല്ലാം 2 സൈഡ് നിൽക്കുന്നു. അർജുനന് കൗരവരെ മാറ്റി നിർത്തി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവരെ എതിരാളികൾക്ക് കാണുന്നില്ല. അവരും മിത്രങ്ങൾ എന്നുള്ള തോന്നൽ മാത്രം ഉണ്ടാകുന്നു. ഇതാണ് ഇവിടുത്തെ അർജുനന്റെ വിഷയം. നമുക്ക് ഇതിനകത്ത്
നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ അർജുനന്റെ ചിന്തയെ, വ്യാസന്റെ കഥാപാത്ര സൃഷ്ടിയെ ശരിയായ തരത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. വ്യാസന്റെ കഥാപാത്ര സൃഷ്ടികളെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ഉത്തമ പുരുഷനായി തന്നെയാണ് അർജുനനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം അർജുനനാണല്ലോ ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്, ധർമ്മപുത്രർക്കല്ലല്ലോ. സാധാരണഗതി ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായി ധർമ്മദേവന്റെ അവതാര വൈശിഷ്ടമായിട്ട് പുകഴ്ത്തപ്പെടുന്ന ധർമ്മപുത്രർക്കാണ് ഗീതോപദേശം നൽകേണ്ടിയിരുന്നത്. പക്ഷെ അർജുനനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അർജുനനിലുള്ള ആ മാനസികമായ ഗുണവിശേഷത്തെ ഭഗവാന് കണ്ടറിയാൻ സാധിച്ചു. ഇവിടെ ഈ അർജുനൻ എന്ന മഹാപുരുഷനെ ബുദ്ധിഭ്രമം ബാധിച്ചതുപോലെ ചിത്രീകരിച്ചു പോരുന്ന ഒരു അവസ്ഥ പണ്ട് തൊട്ടേ തുടർന്ന് വന്നിരുന്നു. അർജുനന്റെ പരാജയഭീതിയും അർജുനന്റെ ഉറപ്പില്ലായ്മയും ഒക്കെയാണ് ഈ കാരണങ്ങളെന്ന് വിമർശനപരമായി ഗീതയെ വ്യാഖ്യാനിച്ചവർ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിയുന്ന അർജുനന്റെ ചിന്ത ഒരു പക്ഷേ വിമർശകർ പറയുന്ന പോലെ ശരിയല്ല. യുദ്ധത്തിന്റെ ഫൈനൽ സൈറൺ കേട്ടപ്പോൾ യുദ്ധത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി, പരസ്പരം ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങൾ രണ്ട് സൈന്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഇതാ യുദ്ധം ചെയ്യുകയില്ല എന്ന് അവസാന നിമിഷം പറഞ്ഞ് യുദ്ധക്കളിൽ നിന്ന് ഒളിച്ചോടുന്നത് അർജുനന്റെ ഭീരത്വമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിക്കും തെറ്റില്ല. പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഭഗവത്ഗീത യുദ്ധതന്ത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. യുദ്ധതന്ത്രമല്ല പ്രതിപാദ്യ വിഷയം, ആധ്യാത്മിക ശാസ്ത്രമാണ്. കൂടാതെ മനസ്സിന്റെ വികാര വിചാര വിക്ഷേപ പ്രക്ഷോഭങ്ങളെ, അതായത് കടല് പോലെ സാഗരത്തിന്റെ ഘോരഗർജനം പോലെ അലറിയടിക്കുന്ന മനസ്സിനെ ഒരു തടാകത്തിന്റെ ശാന്തത പോലെ കൊണ്ടുവന്നിട്ടും ആ മനസ്സിന് ഉള്ളിൽ മനസ്സുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആത്മതത്വത്തെ പുറത്തു കൊണ്ടുവന്ന് സർവത്ര ആത്മാവാണ്, ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. യുദ്ധതന്ത്രമല്ല. രണ്ടു തരത്തിൽ വേണം ഇതിനെ വീക്ഷിക്കാൻ. യോഗവാസിഷ്ഠ രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ എപ്രകാരമാണോ വിഷാദഭക്തനായി വൈരാഗ്യം പൂണ്ട് ലോകത്തിൽ എവിടെയും ദോഷം മാത്രം കാണുകയും എവിടെയും ദുഃഖം മാത്രം കാണുകയും ചെയ്യുന്ന വിവരിക്കപ്പെട്ടിരിക്കുകയും ആ പൂർണ്ണ വിരാഗത കൊണ്ട് സർവവും നശിച്ച് ലോകത്തിന്റെ മംഗളത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ, ഈ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അപ്പുറത്തൊരു പരമസത്യം കൊണ്ടൊന്ന് അന്വേഷിക്കാൻ തയ്യാറായതുപോലെ ശുദ്ധോധന മഹാരാജാവിന്റെ പുത്രനായ സിദ്ധാർത്ഥ രാജകുമാരൻ ലോകത്തിൽ ഇറങ്ങി നടന്ന് സർവത്ര മരണത്തെ കണ്ട്, മരണം എന്താണ്, എനിക്കും മരിക്കേണ്ടി വരുമോ, ജീവിതം ഇത്ര അനിശ്ചിതാവസ്ഥയിലുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും മരണം വേർവിടാതെ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അതിന്റെ കരാളഹസ്തം കൊണ്ട് നമ്മുടെ കഴുത്തിനിരിക്കാൻ ഏത് നിമിഷവും തയ്യാറായി നിൽക്കുന്നെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം, എന്താണ് മരണം, ഇവിടെ എന്താണ് മരിക്കുന്നത്, എല്ലാം നശിക്കുന്നെങ്കിൽ നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചതുപോലെ നീണ്ടു നിൽക്കുന്ന തന്റെ സാധനാനുഷ്ഠാനം കൊണ്ട് താൻ ഈ മഹാനിർവാണം എന്ന് പേരിട്ടിരിക്കുന്ന ആ സത്യവസ്തുവിനെ, ആ ബുദ്ധദർശന നിർവാണം എന്ന് പേരിട്ടെങ്കിൽ ആ പരമവസ്തു എല്ലാം ഒന്നു തന്നെയാണ്. അതിനെ കണ്ടെത്താൻ ശ്രമിച്ച് അതിന് നമുക്ക് ആ കണ്ടെത്താൻ ഉണ്ടാകുന്ന എല്ലാ ശ്രമങ്ങൾക്കും വിപരീതമായി നിൽക്കുന്ന ആശ എന്ന പരമദുഃഖത്തെ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അവിടെയും അദ്ദേഹം വിഷാദമുഖനായിരുന്നു. സ്വർഗ സദൃശ്യമായ കൊട്ടാരത്തിലെ ഭൗതിക സുഖ ഭോഗ സമൃദ്ധിയിൽ നിന്നും വിമുഖത കാണിച്ച് ആഹാര നിദ്രാമൈതരങ്ങളിലും താല്പര്യമില്ലാതെ ഏകാന്തവാസം നടത്തി ഈ ലോകത്തിൽ എന്താണ് ദുഃഖത്തിനും ദുരിതത്തിനും കാരണം, ഈ അനിശ്ചിതമായ ലോകസുഖങ്ങൾക്ക് അപ്പുറത്ത് ശാശ്വതമായ സുഖം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വ്യഗ്രത പൂണ്ടിരുന്ന ആ അദ്ദേഹത്തിന്റെ മാനസിക തലം തന്നെയാണ് ഇവിടെ അർജുനൻ ഉണ്ടായിരിക്കുന്നത്. അർജുനന് ഈ യുദ്ധത്തിന്റെ ആ ക്ഷണികമായ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല. അർജുനന്റെ മനസ്സിൽ തോന്നുന്നു, ആരെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഒരു ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാം, എതിർ സൈന്യത്തിന്റെ സ്വത്തുവകളെ കണ്ടുകെട്ടാം, തന്റെ രാജധാനിയിലെ നിധികുംഭങ്ങളെ നിറയ്ക്കാം, തന്റെ ട്രഷറി മെച്ചപ്പെടുത്താം, കടമെടുക്കുന്നൊക്കെ തിരിച്ചു കൊടുക്കാം, ധാരാളം സ്വർണം തന്റെ ട്രഷറിയിലേക്ക് ഖജനാവിലേക്ക് മുതൽ കൂട്ടാം. ഇതൊക്കെയാണ് യുദ്ധം കൊണ്ടുണ്ടാകുന്നത്. ഒരു വലിയ ഭൂവിസ്തൃതിയുടെ ഉടമസ്ഥാവകാശവും ലഭ്യമാകും. ഇതൊക്കെ എന്തിനാണ്? സന്തതി പരമ്പരകൾക്ക് വേണ്ടിയാണ്. എല്ലാവരും അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്തും പറയുന്നത്. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും, എന്റെ ജീവിതകാലം, എന്റെ ബാല്യകൗമാര യൗവന അവസ്ഥകളൊക്കെ വളരെ ദുഃഖപ്രദമായിരുന്നു. സാമ്പത്തികമായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. എന്റെ കുട്ടികൾക്ക് അത് വരരുത്, അതുകൊണ്ട് ഞാൻ സമ്പാദിച്ചു വെക്കുന്നു.
കുട്ടികൾക്ക് വേണ്ടി ഞാനല്ലേ സമ്പാദിക്കാനുള്ളൂ, ഞാനല്ലേ ചെയ്തു വെക്കേണ്ടത്, എനിക്കല്ലേ അതിന് ചുമതലയുള്ളത്. ശരി തന്നെ. ഇതേ ചിന്തയാണ് പണ്ടും ഉണ്ടായിരുന്നത്. ഈ ചിന്തകൾക്കൊന്നും സാരമായ മാറ്റമില്ല. കാലം മാറി, ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചിന്തകളില് അതിന് ചില ആശയങ്ങൾക്ക്, അതിന് ആ ചിന്തകൾക്കുള്ള അടിസ്ഥാന ആശയം ഒന്ന് തന്നെ, പറയുന്ന ഭാഷകൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ അർജുൻ ഇവിടെ ചിന്തിക്കുന്നത് ആരുടെ ശ്രേയസിനും പ്രേയസിനും വേണ്ടിയാണോ താൻ യുദ്ധം ചെയ്യേണ്ടത്, ആരുടെ എതിർ സൈന്യത്തിന്റെ സമ്പത്താണോ മുതൽ കൂട്ടേണ്ടത്, എവിടെയാണോ നീതി നടപ്പാക്കേണ്ടത്, ആരാണോ ഇതിന്റെ അനന്തര അവകാശികളായി വരുന്നത്, അവരെല്ലാം ഇതാ മരിക്കാൻ നിൽക്കുന്നു. അവരെല്ലാം മരിക്കാൻ നിൽക്കുമ്പോൾ എന്തിനാണിത് ചെയ്യുന്നത്? ഇതാണ് അർജുനന്റെ ചിന്ത, അല്ലേ? ശ്രീബുദ്ധനും ഇങ്ങനെയാണ് ചിന്തിച്ചത്. ശ്രീബുദ്ധൻ ചിന്തിച്ചിട്ട് ധാരാളം ചിന്തിച്ചു. ചിന്തിച്ചപ്പോ എന്ത് മനസ്സിലായി? എല്ലാ ഭൗതിക ചിന്തകളിൽ നിന്നും, ഈ ഭൗതിക ആയ ചിന്തകളിൽ നിന്ന് വിട്ട് ആധ്യാത്മിക ചിന്തയിലേക്ക് ഒരാൾ എത്താൻ സാധിക്കാതിരിക്കുന്നത് പരമമായ ആശകൾക്ക് അയാൾ അടിമപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ നല്ലതല്ലേ? ആശ ആശ എന്ത് കിട്ടിയാലും, അല്ലേ? 10 കിട്ടിയിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ 1000 അതിന് ആശ്ചര്യം എന്നതും കേട്ടിട്ടുണ്ട് നമ്മളല്ലേ? ആശയായുള്ള പാശം അതിൽ എന്ന് വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. ആശയാണ്, അല്ലേ? ഈ ആശയാണ് ദുഃഖത്തിന് കാരണം. ശരിയല്ലേ? നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങളെ കുറച്ചാൽ നമുക്ക് ദുഃഖത്തിന്റെ അളവ് കുറയും. ഒരു സുഖത്തെ ആവരണം ചെയ്ത് 9 ദുഃഖത്തിന്റെ ആവരണങ്ങൾ ഉണ്ടെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇതുപോലെ ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമസുഖം. ഇതാരാണ് മഹാഭാരതത്തിൽ അല്ലെങ്കിൽ മഹാഭാഗവതത്തിൽ, മഹാഭാരതത്തിലാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. അപ്പൊ മഹാഭാഗവതത്തില് പിങ്കള എന്ന ഒരു വേശ്യയെ കൊണ്ട് ആ വേദവ്യാസൻ പറയിപ്പിച്ചിരിക്കുന്നു, ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമസുഖം. ആശയാണ് പരമമായ ദുഃഖത്തിന് കാരണം. ആശാഹി പരമം ദുഃഖം. ആ പിങ്കള എന്ന സ്ത്രീ ധാരാളം സമയം നോക്കിയിരുന്നു, ഇന്നത്തെ തന്റെ ഇരയെ കിട്ടും, ധനികനായ ഒരാളെ തനിക്ക് കിട്ടും, അപ്പൊ തന്റെ പെട്ടി ഇന്ന് നിറയ്ക്കാം എന്ന് വിചാരിച്ചിരിക്കെ ഒന്നും കിട്ടിയില്ല. അതിനൊരു കാരണമുണ്ട്. അവരെ സമീപിച്ചു, അദ്ദേഹം അത്യാവശ്യം ധനം കൊടുക്കും. അപ്പോഴാണ് തന്റെ തോഴി വന്ന് പറഞ്ഞത്, ആ നാട്ടിൽ വളരെ ധനികനായ ഒരു കോടീശ്വരൻ, അതായത് ആദ്യത്തെ കസ്റ്റമർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം കൊടുക്കാൻ സാധിക്കുന്ന ഒരു കോടീശ്വരൻ വന്നെത്തിയിട്ടുണ്ട്. അയാളെ ആൾ വിട്ട് നോക്കിയിരുന്നു, ഇയാളെ തഴഞ്ഞു. ആ കോടീശ്വരൻ വന്നതുമില്ല, കയ്യിലുള്ളത് പോവുകയും ചെയ്തു. അപ്പൊ പോയപ്പോഴും നിരാശ പൂണ്ട് അലസമായിട്ട് ഉറങ്ങാൻ സാധിക്കാതെ തിരിഞ്ഞു പിരിഞ്ഞ് കിടന്നു. എപ്പോഴും കഥ തുറന്നിട്ട് നോക്കിയിരുന്നു. തന്റെ കസ്റ്റമർ, തനിക്ക് വേണ്ടി ഫീസ് തന്ന് തന്നെ ഉപയോഗിക്കാൻ തയ്യാറായി വരുന്ന ആള് വരുമെന്ന് നോക്കിയിരുന്നു. പക്ഷെ വന്നില്ല. അപ്പൊ എന്തോ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഒരു ചിന്തയുണ്ടായി. പറയപ്പെടുന്നത് എവിടുന്നോ ഒരു ശാന്തത ഹൃദയത്തിലുണ്ടായി. ഭിത്തിയിൽ എവിടെയോ തറച്ചിരുന്ന ഒരു ദേവന്റെ ഒരു ചിത്രം തന്റെ ഹൃദയത്തിലേക്ക് വന്ന് വീണപ്പോൾ ഒരു സുഖം അനുഭവിച്ചു. തന്റെ ആ ചിത്തവികാരങ്ങളെ, ഉത്കണ്ഠയുടെയും ആകാംക്ഷയുടെയും ചിത്തവൃത്തികളെ നിരോധിക്കപ്പെട്ടു. തൽക്കാലമായി നിരോധിക്കപ്പെട്ടപ്പോൾ പൂർവ്വജന്മ സുഹൃതത്തിൻ്റെതായ എന്തോ ഒരു വാസന ഉറന്നിട്ട് ഒരു സത്യബോധം ഉള്ളിലുണ്ടായി ആ പിങ്കള എന്ന വേശ്യാസ്ത്രീക്ക്. അത്തരമാണ് അവർ ചിന്തിക്കുന്നത്, എന്ത് കഷ്ടമായി പോയി, ഞാൻ എന്തെല്ലാം ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വിധേയമായി എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ആശയാണ് പരമമായ ദുഃഖത്തിന് കാരണം. നൈരാശ്യം നിരാശ എന്നല്ല, ശരിയായ തരത്തിൽ ഇവിടെ നിരാശ എന്നുള്ള വാക്കിവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതിക പ്രപഞ്ചത്തെ എല്ലാം ദുഃഖകരമാണ്. ആത്യന്തികമായി ദുഃഖം സമ്മാനിക്കാത്ത ഒരു ഭൗതിക നേട്ടമില്ലെന്നുള്ള ചിന്ത. എന്നിട്ട് അതിൽ നിന്നും മനസ്സിനെ പിൻവലിക്കലാണ് ഇവിടെ നിരാശ. ഇതാണ് ആ പിങ്കള എന്ന സ്ത്രീയെ കൊണ്ട്, ഒരു വേശ്യാ സ്ത്രീയെ കൊണ്ട് വേദവ്യാസൻ പറയിപ്പിച്ചിരിക്കുന്നു, ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമസുഖം. ഭാഗവത്തിലെ വരികളാണിത്, ഇല്ലേ? ഈ തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് അർജുനുണ്ടായത്. ശ്രീബുദ്ധനും ഇങ്ങനെയാണ് ചിന്തിച്ചത്, ആശയാണ് പരമമായ ദുഃഖത്തിന് കാരണം. ആശയെ നിരോധിച്ചുകൊണ്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന സുഖത്തിന്, നൈമിഷികമായ സുഖത്തിന് അപ്പുറത്ത്, നൈമിഷികമായ സുഖം പെട്ടെന്ന് അടുത്ത ക്ഷണത്തിൽ ദുഃഖത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഈ ദുഃഖത്തിന് അപ്പുറത്ത് ശാശ്വതമായും എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു സുഖമുണ്ടോ? ആ സുഖത്തെക്കുറിച്ച് അന്വേഷിച്ചു, സത്യത്തെ കണ്ടെത്തി. അത് അർഹതയുള്ളവർക്ക് അദ്ദേഹം പകർന്നു കൊടുത്തു, അല്ലേ? പകർന്നു കൊടുത്തു. നമുക്കിത് എങ്ങനെ കൊടുക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ കൂടെ ദീർഘകാലം ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ആനന്ദൻ, അത് പരാമർശമുണ്ട്. ആനന്ദൻ എന്ന് പറഞ്ഞ ആള് കൊട്ടാരത്തിൽ നിന്ന് ഇദ്ദേഹം പോയി കുറച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് സമാധി സുഖം, അതായത് ഇദ്ദേഹത്തിന് ഒരു ബോധിവൃക്ഷത്തിന് ചുവട്ടിൽ വെച്ച് നിരന്തരമായ ധ്യാന മരണങ്ങൾക്ക്
ഒടുവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മശക്തി പ്രകാശിച്ചു, ആത്മദീപം ഉണർന്നു. അപ്പോൾ ശാശ്വതമായ ആത്മാവിന്റെ ശക്തിവിശേഷമൊന്നും ഈ മാറുന്ന ലോകത്തിന് ആധാരമായ ഒരു സത്യം ഉണ്ടെന്നും ദേഹി നിത്യം അബദ്ധോയം എന്നിവിടെ അത് ഗീതയെ പറയുന്നുണ്ട്. ദേഹിക്ക് ഒരിക്കലും നാശമില്ല. മാറുന്ന ദേഹത്തെ, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ദേഹത്തെ നമുക്ക് നിയന്ത്രിക്കാനും സാധ്യമല്ല. അതിനെ മാറ്റം അനിവാര്യമാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം ആ ശ്രീബുദ്ധൻ ആ ബോധമുണ്ടായി. ആ സമയം മുതൽ അദ്ദേഹത്തിന് പറ്റിക്കൂടി അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ആനന്ദൻ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണ്. അദ്ദേഹം അവസാന കാലമെങ്കിലും തന്നിലേക്ക് ചൈതന്യം പകർന്നു കിട്ടുമെന്ന് ധരിച്ച സമയത്ത് ആ സമയത്ത് തൊട്ടു മുമ്പ് ഒരു സന്ദർഭം ഉണ്ടായി. ഒരു കുട്ടി ഉപദേശത്തിന് വേണ്ടി വന്നു. ആ ഗുരുദേവന്റെ സമീപത്തിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക കൊണ്ട് പരിപുഷ്ടമായ ആധ്യാത്മികത വികസിച്ച് പടർന്നു പന്തലിച്ച് ജ്വലിച്ചു നിൽക്കാൻ അനുകൂലമായ ഒരു മാനസിക തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ആ കുട്ടിയുടെ ഹൃദയത്തിൽ ആധ്യാത്മിക ദീപം ജ്വലിച്ച് അദ്ദേഹം തേജസ്വിയായി തീർന്നു. നോക്കി നിൽക്കുന്ന തേജസ്വിയായി സത്യം ഉണർന്നു. അപ്പൊ ആനന്ദൻ സമീപിച്ച് ചോദിച്ചു, ഇത്രയും കാലം അങ്ങയുടെ പാദ ശുശ്രൂഷ ചെയ്ത് നടന്ന് എനിക്ക് എന്താണ് ഇത് തരാഞ്ഞത്? ഞാനത് പ്രതീക്ഷിച്ചാണല്ലോ ഇരുന്നത്. ഉടനെ ബുദ്ധദേവൻ കൊടുക്കുന്ന ഉപദേശമുണ്ട്, ആത്മദീപോ ഭവ. നമ്മൾ അവർ ഒറ്റ വാക്കിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ആത്മദീപോ ഭവ. ആത്മദീപോ ഭവ. നമ്മൾ സ്വയം ആത്മാവാണെന്ന് ആ ദീപത്തെ സ്വയം കൊളുത്തണം. ഇല്ലാതെ പറ്റുമോ? ഒരുപക്ഷെ നമ്മുടെ മാനസികമായ തലം, നമ്മുടെ ചിന്തകള് ആ തരത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത വളരുന്നതിന് ഫലഭൂയിഷ്ഠം ഒരു മണ്ണാണ് നമ്മുടെ മനസ്സെങ്കിൽ അവിടെ വിത്തും വളവും ജലവും സൂര്യപ്രകാശവും ഒക്കെ ലഭിച്ചാൽ ഇത് പറ്റും. ഒരു ദീപം, അപ്പം തെളിഞ്ഞു നിൽക്കുന്ന ദീപമാണ് ശ്രീബുദ്ധൻ. പക്ഷെ ആ ദീപത്തിൽ നിന്നും ആ ദീപം തെളിക്കണമെങ്കിൽ അല്ലെ, ഒരു നിലവിളക്കാണ് ആധ്യാത്മിക ദീപം. 5 തിരിയിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ദീപം നമുക്ക് പകർന്നു കിട്ടുമ്പോൾ നമ്മളാകുന്ന നിലവിളക്കിൽ എണ്ണ ഒഴിക്കണം. ആ തിരിയുടെ അറ്റത്ത് ജലം ഉണ്ടാക്കാൻ പാടില്ല, പൊട്ടിത്തെറിക്കത്തുള്ളൂ, കത്തത്തില്ല. അപ്പൊ എണ്ണ ഒഴിച്ച് നമ്മളാകുന്ന നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ആ എണ്ണയിൽ മുക്കിയിട്ട് അതിന്റെ അഗ്രത്തെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടുത്തെ എണ്ണമയം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വിളക്കിനോട് കാണിച്ചാൽ വിളക്ക് ജ്വലിക്കും. അല്ലാതെ കത്തിക്കൊണ്ടിരുന്ന വിളക്കിനെ അടുത്ത് നിൽക്കുന്ന വിളക്കിനെ ജ്വലിപ്പിക്കാൻ സാധിക്കില്ല. അതിൽ എണ്ണ ഒഴിക്കണം, അതിന് അനുകൂല സാഹചര്യം ഉണ്ടാവണം, അല്ലേ? തിരിച്ച് ചിത്രത്തിൽ നിന്നും ഒരു വിളക്ക് കത്തിയെരിയുന്ന വിളക്കിന്റെ ചിത്രത്തിൽ നിന്നോ ഒരു വീഡിയോയിൽ നിന്നോ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആത്മദീപോ ഭവ. നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലെ സത്യത്തെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം അനുകൂല സാഹചര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞത് നമുക്കിവിടെ ഉണ്ടാകുന്ന അവസ്ഥ ഈ നകാംക്ഷേ വിജയം കൃഷ്ണ നജരാജൻ സുഖാനിച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേനവ. ഈ ഉണ്ടാകുന്ന ചിന്ത അർജുനൻ എന്നുള്ളത് ഒരു സത്യകാമിയെ സംബന്ധിച്ച ചിന്തയാണ്. അത് സത്യകാമിയെ സംബന്ധിച്ച സത്യത്തെ അന്വേഷിക്കുന്ന പരമമായ നിശ്രേയസിനെ ആഗ്രഹിക്കുന്ന ഒരാളുടെ സഹജമായ മനോഭാവമാണ്. അതായത് തന്റെ പ്രതിയോഗിയായ ദുര്യോധനെ പോലെ ആധ്യാത്മിക മൂല്യങ്ങൾക്ക് ഉപരിയായി, അപ്പൊ ദുര്യോധനൻ എന്താണ്? തന്റെ പ്രതിയോഗിയായ ദുര്യോധനൻ എപ്പോഴും ചിന്തിക്കുന്നത് തന്റെ വിജയത്തിന് കാരണമായിട്ട് എന്തുണ്ട്? ചതിയിൽ കൂടിയും വഞ്ചനയിൽ കൂടിയും സ്വജനപക്ഷപാതത്തിൽ കൂടിയും തന്റെ ആളുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വാർത്ഥമതിയായ ദുര്യോധനെ പോലെ അല്ല ഇവിടെ അർജുനൻ ചിന്തിക്കുന്നത്. പരമ നിശ്രേയസിനെ കാംക്ഷിക്കുന്ന ഒരു സത്യകാമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സഹജമായ മനോഭാവത്തോടു കൂടി ഒരു ബ്രഹ്മചാരിക്ക് ഉണ്ടാകുന്ന നിത്യാനിത്യ വസ്തുവിവേകം ഉണ്ടായിരിക്കണമെന്ന് ശാസ്ത്രം അനുശാസിക്കാറുള്ളത് പോലെ ത്യാഗവും വൈരാഗ്യവും ആധ്യാത്മിക ജീവിതത്തിന്റെ കാതലാണെന്ന് സങ്കല്പിക്കപ്പെടുന്നത് പോലെ തന്റെ ത്യാഗം കൊണ്ട് എന്താണ് സാധിക്കുന്നത്? അത് നമുക്ക് സാധിക്കാം, എനിക്ക് സാധിക്കാന്നല്ല. എന്റെ ഒരു വിസർഗം ഞങ്ങൾക്ക് ഇവിടെ ശ്രീകൃഷ്ണനെ ചേർത്ത് വെച്ചാണ് അർജുനൻ സംസാരിക്കുന്നത്. കേവലം വ്യക്തിപരമായ മുൻവിധിയായിട്ടല്ല വാക്കുകളെ കാണേണ്ടത്. സമഷ്ടിയെ സംബന്ധിക്കുന്ന ആകെ നന്മയെ ചിരകാലമായി ഈ മണ്ണിൽ നിലനിർത്തി പോന്നിരുന്ന മൂല്യങ്ങളുടെ പുനരാവിഷ്കാരം, അത് തേന ഭുഞ്ചീത ത്യജിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ മാത്രമേ അമൃതത്വം പ്രാപ്തമാകുള്ളൂ എന്ന ചിന്ത ധാരയെ പരിപോഷിപ്പിക്കുന്ന ഒരു ആധ്യാത്മിക ചിന്തകന്റെ വിശാല വീക്ഷണമാണ് ഇതിൽ കൂടി കാണപ്പെടേണ്ടത്. അല്ലാതെ യുദ്ധത്തിൽ അതിപ്രാവീണ്യം നേടിയ യുദ്ധതന്ത്രജ്ഞനായ അർജുനന് ഒരു പരാജയ ഭീതി കൊണ്ടാണ് ഇത് ചിന്തിച്ചതെന്ന് ധരിച്ചാൽ ആ ധാരണ തികച്ചും ആധ്യാത്മിക മൂല്യങ്ങളുടെ ആ കുഴിച്ചുമുടലാകും. ശരിയായ തരത്തിലുള്ള വേദവ്യാസന്റെ പാത്ര സൃഷ്ടിയെ അവഹേളിക്കലാകും എന്നാണ് ഈ തരണത്തിൽ പറയാൻ സാധിക്കുന്നത്.
നമുക്കിത് വളരെ വിമർശിച്ചാണ് ധാരാളം ആളുകൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പറയേണ്ടി വന്നു എന്ന് മാത്രം. നമുക്ക് 2 ശ്ലോകവും ശരിയായ അർത്ഥത്തിൽ ഒന്ന് ചൊല്ലിപ്പഠിക്കാം. അർത്ഥത്തെ നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ ഗീതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇത് പൂർവപക്ഷമാണ്. പൂർവപക്ഷം ഈ ചിന്തകളെ നമ്മൾ സത്യം എന്ന് ഉറപ്പിക്കും കേൾക്കുമ്പോൾ ഭഗവാൻ മറുപടി പറയുമ്പോൾ ഉത്തരപക്ഷത്തിൽ നിന്ന് ഖണ്ഡിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളിൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആധ്യാത്മിക ജിജ്ഞാസയെ, ആധ്യാത്മികമായ അറിവിനുള്ള ത്വരയെ ഉണർത്താൻ സാധിക്കണം. നമ്മൾ ഇന്ന് പറഞ്ഞത് ആ 2 ശ്ലോകങ്ങൾ ഒന്നുകൂടെ നമുക്ക് ചൊല്ലിപ്പഠിക്കാം. നിമിത്യാനി ച പശ്യാമി വിപരീതാനി കേശവ ന ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംസേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗർ ജീവിതേന വാ. എല്ലാവരും ശരിയായ അർത്ഥത്തിൽ മനനം ചെയ്ത് ഇത് മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇത് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.